Hi guys, welcome back to mediamakkani. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തവണ ചെറുപ്പം മുതൽ ഒരുപാട് തവണ ആഗ്രഹിച്ചൊരു സംഗതി ഇന്ന് ഞങ്ങൾ നേടാൻ വേണ്ടി പോവാണ്. സോ അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഓക്കെ, ട്രെയിൻ ഓടിച്ച് നേരെ കാലിക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് വീഡിയോയിൽ അധികം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ട്രെയിന് ടിക്കറ്റ് കിട്ടുമല്ലോ എന്നുള്ള അറിയില്ല. ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചിട്ട് വേണം. ഓക്കെ, പാർക്കിംഗ് ഏരിയ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് കാലിക്കറ്റിലേക്കാണ്. അല്ല അക്ബറെ, എന്തിനാണ് ഞങ്ങൾ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ആ കാര്യം എന്താണെന്നുള്ളത് ഞങ്ങൾ സസ്പെൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിന് കിട്ടുമല്ലോ എന്നുള്ള അറിയില്ല. ട്രെയിന് പോയിട്ട് അന്വേഷിച്ചിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. mediamakkani ഇന്നൊരു യാത്രയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ചെറുപ്പം മുതൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ഓട്ടമാണ്. അപ്പോൾ അതിലൊരു ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം ഇന്ന് ഞങ്ങൾ സാധിക്കാൻ പോവാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഹായ്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഏകദേശം കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനുണ്ട്. അതൊരു 3 കിലോമീറ്റർ അല്ലേ, ഒരു 3 കിലോമീറ്റർ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാൻഷിപ്പ് മാൾ എന്ന് പറയുന്ന ഒരു മാളിലാണ് വണ്ടി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ എന്താണ് ഞങ്ങൾ ഇത്തിരി നേരം പറയുന്നത്, എന്താണ് വാങ്ങിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് ഏകദേശം അറിയാൻ പറ്റും. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഞങ്ങളുടെ. എന്താണ് വാങ്ങിക്കാന്ന് വെച്ചാൽ നേരെ വന്നാൽ കാണാൻ പറ്റും. ഞങ്ങളുടെ മുകളിൽ നിന്നുണ്ട് കാനോണിൻ്റെ ഇമേജ് സ്റ്റോറിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എന്തിനാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു കാനോണിൻ്റെ ക്യാമറ വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എത്തിയിട്ടുള്ളതല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് കാണാം. ഓക്കെ, കാനോണിൻ്റെ ഷോറൂമിലാണ് നമ്മളുള്ളത്. കാനോണിൻ്റെ ഇമേജ് സ്റ്റോർ എന്ന ഷോറൂമിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡിഫറൻസ് ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത് ക്യാമറയാണ് വാങ്ങിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഏകദേശം ഈ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മുടെ പ്രസൂൺ ഉണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ഇൻചാർജാണ് പ്രസൂൺ. നമുക്ക് ഈ ക്യാമറ അൺബോക്സ് ചെയ്തത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഞങ്ങൾ ഇത്രയും നേരം നിങ്ങളോട് മിണ്ടാതെ സസ്പെൻസ് ചെയ്ത് ഞങ്ങൾ ഇത്രയും നേരം ക്യാമറ ഏതാണെന്ന്
നിങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ തന്നെ നമുക്ക് കാണാം ഏതാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന ക്യാമറ എന്ന്. ലാൻഷിപ്പ് മാളില് കാനോന്റെ ഇമേജ് സ്ക്വയർ എന്ന് പറഞ്ഞ ഷോറൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ക്യാമറയാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് വന്നത്, ഞങ്ങൾ ഇത് ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി മീഡിയമക്കനിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം, ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും ബ്ലോഗ്സും റിവ്യൂസും എല്ലാം നമ്മൾ ഈ വാങ്ങിക്കാൻ പോകുന്ന ക്യാമറയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ എന്താണോ, ക്യാമറ ഡീറ്റെയിൽസ് എന്താണോ എന്നെല്ലാം നമുക്ക് നമ്മുടെ ഈ കാനോൺ ഷോറൂമിൻ്റെ കാനോൺ ഇമേജ് സ്ക്വയറിൻ്റെ ഒരു സാലറി ഉണ്ട് നമുക്ക്. പ്രസൂൺ നമുക്ക് ക്യാമറ മറ്റേ ഇങ്ങോട്ട് ക്ഷണിക്കാം. ഓക്കെ ഗൈസ്, പ്രസൂൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാനോണിൻ്റെ ഇത് ഏതാണ് മോഡൽ എന്ന് പറയും? കാനോണിൻ്റെ EOS M50 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിറർലെസ് ടെക്നോളജിയിൽ വരുന്ന ക്യാമറയാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും നമ്മുടെ പ്രസൂൺ പറഞ്ഞുതരും. കണ്ടല്ലോ, ക്യാമറ കണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് അൺബോക്സിങ് ചെയ്യണം, നമ്മുടെ പ്രസൂൺ അൺബോക്സിങ് ചെയ്യണം. അതിന് മുന്നേ ക്യാമറയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് അൺബോക്സിങ് ചെയ്തിട്ട് നോക്കാം. അൺബോക്സിങ് ചെയ്തിട്ട് ഓക്കെ. ഇതിൻ്റെ യൂസർ മാനുവലാണ്. എല്ലാ കാര്യങ്ങളും യൂസർ മാനുവലാണ്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. ക്യാമറയെ കുറിച്ച്, ക്യാമറയുടെ ഫീച്ചേഴ്സ്, ബട്ടൺസ്, കൺട്രോൾസ് എല്ലാം, ഈ ക്യാമറയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിരിക്കുന്നുണ്ട്. 2 year ആണ് നമുക്ക് വാറണ്ടി വരുന്നത്. കമ്പനി ഡയറക്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് 2 year ഡയറക്റ്റ് വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി കാർഡായിരിക്കും. വാറണ്ടി കാർഡ് നല്ലോണം കാണിച്ചു. ഇതാണ് നമ്മുടെ ക്യാമറ EOS M50, കാനോൺ EOS M50. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്ത് നമ്മുടെ പ്രസൂൺ എടുത്തിരിക്കുകയാണ്. കാനോണിൻ്റെ M50 ക്യാമറ. സ്ക്രീൻ ടിൽറ്റിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ബോഡി, ക്യാമറ ബോഡി. ഓക്കെ. മിറർലെസ് ആണല്ലോ അല്ലേ? മിറർലെസ് ടെക്നോളജി. ഇനി നമ്മൾ ബാറ്ററി, ലെൻസ്, മെമ്മറി കാർഡൊക്കെ ഇടാൻ പോവാണ്. ഇതിൻ്റെ ബെൽറ്റ് ഇടാൻ പോകും. എന്താന്ന് പറഞ്ഞു? ഇതാണ് ഇതിൻ്റെ ബാറ്ററി. LP-E12 എന്ന് പറഞ്ഞ മോഡൽ നമ്പറുള്ള ബാറ്ററിയാണ് വരുന്നത്. ഇതെല്ലാ ഇമേജ് സ്ക്വയറിലും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. 875 mAh ഉള്ള ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ബാറ്ററി ഇട്ടു. ഇതിൻ്റെ കൂടെ വരുന്നത് 16 GB സാൻഡിസ്കിൻ്റെ ക്ലാസ് 10 മെമ്മറി കാർഡാണ്. നമ്മൾ ലെൻസ് ഇടാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കിറ്റ് ലെൻസ്. ഇത് 1545 എന്ന് പറഞ്ഞ മിറർലെസ് ലെൻസാണ്. STM ലെൻസാണിത്. സ്റ്റെപ്പ് അപ്പ് മോട്ടർ വരുന്ന മിറർലെസ് ലെൻസാണ്. ലെൻസ് ഇടുക. നമ്മൾ ക്യാമറ ഓൺ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഡേറ്റ് സെറ്റിങ്സ് ആണ്. പ്രത്യേകതയാണ് SLRനെ സംബന്ധിച്ച് ഉള്ളൊരു വ്യത്യാസമാണ് വ്യൂ ഫൈൻഡറിൽ.
SLR ആകുമ്പോൾ നമ്മൾ വ്യൂ ഫൈൻഡർ ഡയറക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ലൈവ് ഷോട്ട് എടുക്കണമെങ്കിൽ വ്യൂ ഫൈൻഡർ ആക്കണം, സെലക്ട് ചെയ്യണം. ഇത് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഇത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മൾ കണ്ണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വ്യൂ ഫൈൻഡറിലേക്ക് മാറും ക്യാമറ. കണ്ണെടുത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്ക്രീനിൽ വരും. ക്ലാരിറ്റി, ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ്. ഡിജിക്കേറ്റ് പ്രോസസ്സറാണ് വരുന്നത് ക്യാമറയ്ക്ക്. ഡിജിക്കേറ്റ് പ്രോസസ്സറാണ് കാനോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ. അത് ഒരുപാട് ടെക്നോളജീസ് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ക്യാമറയുടെ സ്പീഡ്, ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി ആൻഡ് ഓട്ടോ ഫോക്കസ് സ്പീഡ്, പിന്നെ പെറ്റ് ട്രാക്കിംഗ്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോർമലി ഡിജിക് 7 വരെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഫേസ് മാത്രമേ ട്രാക്ക് ആവുള്ളായിരുന്നു. പക്ഷേ ഇതിൽ പെറ്റ് ട്രാക്കിംഗ് കൂടി വരും. പെറ്റ് അനിമൽസിൻ്റെ ഫേസും കൂടി ട്രാക്ക് ആവുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. 24 മെഗാ പിക്സൽ വരുന്ന APS സെൻസറിൽ വരുന്ന സിമോസ് സെൻസറിൽ വരുന്ന മിറർലെസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ക്യാമറയാണിത്. പിന്നെ അപ് ടു 143 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. 10 ഫ്രെയിംസ് ആണ് നമുക്ക് വ്യൂ ഫൈൻഡർ. 10 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് വ്യൂ ഫൈൻഡർ ആൻഡ് 7.4 ഫ്രെയിംസ് ആണ് ലൈവ് ഷോട്ടിൽ. ഇതാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. 384 സോൺ മീറ്ററിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 7.6 മീറ്റർ LCD വിത്ത് സ്ക്രീൻ ടച്ച്. പിന്നെ ഫുൾ HD ആണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം. ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. കൂടാതെ തന്നെ 4K അതാണ് മെയിനായിട്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ക്യാമറയിലും 4K നമുക്ക് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ 4K വീഡിയോ റെക്കോർഡിംഗ് ഔട്ടാണ് 24 ഫ്രെയിംസ് ആൻഡ് 25 ഫ്രെയിംസ്. 24.1 മെഗാ പിക്സൽ വരുന്ന ക്യാമറയിൽ ഡ്യുവൽ പിക്സൽ സിമോസ് ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞ കാനോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ട്രാക്കിങ് കാര്യങ്ങൾ സ്പീഡായിരിക്കും. ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ടെക്നോളജിൻ്റെ പ്രത്യേകതയാണ്. ഹൈ സ്പീഡ് ഓട്ടോ ഫോക്കസ് ആയിരിക്കും. നമുക്ക് ട്രാക്ക് നമ്മളെവിടെ ടച്ച് ചെയ്താലും പെട്ടെന്ന് ഫോക്കസ് ആവും. ഇത് മിറർലെസ് ടെക്നോളജീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണത്. എവിടെ നമുക്ക് ഫോക്കസ് ചെയ്യണോ ടച്ച് ചെയ്താൽ പെട്ടെന്ന് ഫോക്കസ് ആയി കിട്ടും. നമ്മൾ ഹൈ ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ ഇമേജ് കാര്യങ്ങൾ. സീരിയസ് സ്പെസിഫിക്കേഷൻ നമുക്ക് പറയാനുണ്ടോ? പിന്നെ വരുന്നത് മിറർലെസ് ടെക്നോളജി ആയതുകൊണ്ട് നമുക്ക് സ്പീഡ് കാര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഓട്ടോ ഫോക്കസ് സ്പീഡ്, ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് 143 പോയിൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സിമ്പിളാണ്. കാരണം ഇത് മിറർലെസ് ലെൻസസ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ EOS M2 EF എല്ലാ ലെൻസുകളും കാനോണിൻ്റെ എല്ലാ ലെൻസുകളും യൂസ് ചെയ്യാൻ പറ്റിയ മൗണ്ട് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ആ ലെൻസ് അഡാപ്റ്റർ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാനോണിൻ്റെ ഏത് ലെൻസസ് വേണമെങ്കിലും. പിന്നെ വൈഫൈ NFC ടെക്നോളജി വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുത്താൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ, ലാപ്ടോപ്പ് എല്ലാത്തിലേക്കും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ചാർജറായിരിക്കില്ല. എൻ്റെ കൂടെ വരുന്നത് ബാറ്ററി, മെമ്മറി കാർഡ്, ചാർജർ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ക്യാരി കേസ് ഫ്രീ ആണ്. അപ്പോൾ നമ്മളുടെ കാനോണിൻ്റെ EOS M50 എന്ന ക്യാമറ അൺബോക്സിങ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രസൂണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അഡാപ്റ്റർ അല്ലേ വരുന്നത്? അഡാപ്റ്റർ വരുന്നുണ്ട്. ക്യാരി കേസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞങ്ങളിങ്ങനെ അൺബോക്സിങ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ച് പക്ക ഡീറ്റെയിൽ ആയിട്ട് പറയാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നല്ല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നെ പ്രസോണ്ട് താങ്ക്സ് പറയുന്നത്. വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഈ ക്യാമറയെ പറ്റിയിട്ട് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. ഇത് നമുക്ക് ബ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ബ്ലോഗേഴ്സാണ്. ഒരു ബ്ലോഗിങ് ക്യാമറയാണ്. 4K ഔട്ട്പുട്ടിൽ വരുന്ന ബ്ലോഗിങ് ക്യാമറയാണ്. ഹൈ സ്പീഡ് ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ്. നമ്മുടെ ഹൈ ഇമേജ് ക്വാളിറ്റിയാണ്. ഹൈ വീഡിയോ സിസ്റ്റമാണ് ബ്ലോഗേഴ്സിനും. പിന്നെ നമുക്ക് ഇപ്പം 5D Mark IV 6D Mark ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ കസ്റ്റമേഴ്സും ഇത് സെക്കൻഡ് ഓപ്ഷനായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്യാമറയാണിത്. അപ്പോൾ എല്ലാ ബ്ലോഗേഴ്സും ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും.
അപ്പോൾ ഗൈസ് പ്രസോണ്ട് ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നമ്മുടെ കാനോൻ്റെ EOS M50-ലായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റ്സ് ഇടുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ഞങ്ങൾ വരും.